ഡിസംബർ 1-ാം തീയതി ജെറുസലേം പ്രയർ ലൈനിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് മാലാഖ വൃന്ദങ്ങളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനവരങ്ങൾ കൊണ്ട് ഈ കൂട്ടായ്മ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം കൊണ്ട് നിറയട്ടെ, വിവേകം കൊണ്ട് നിറയട്ടെ. ഇതാ കർത്താവ് വചനം തരുന്നു. ഹോസിയ 14-ാം അധ്യായം 8-ാം വാക്യം. നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യ ഹരിത സരള മരം പോലെയാണ് ഞാൻ. നിനക്ക് പ്രതിഫലം തരുന്നത് ഞാനാണ്. ഇവിടെ മകളെ, ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്കും ചില്ലുകൊട്ടാരം പോലെ തകരുന്ന സ്വകാര്യ വേദനകൾക്കും ജീവിതത്തിൽ സംരക്ഷിച്ചത് നമ്മുടെ കർത്താവല്ലേ? നമ്മുടെ കൂടെ നിന്നത് യേശുവല്ലേ? ഓർക്കണേ, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ട ജോലിയെ ഓർത്ത്, നഷ്ടപ്പെട്ട ആരോഗ്യത്തെ ഓർത്ത്, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ട സന്തോഷങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഇന്ന് വചനം നമ്മോട് പറയുന്നു, നീ കരയേണ്ട, വിഷമിക്കേണ്ട, മനം മടുക്കേണ്ട. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. നിന്റെ പഠനത്തിലും നിന്റെ ബിസിനസ്സിലും നിന്റെ പ്രാർത്ഥനയിലും നിന്റെ നിയോഗങ്ങളിലും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. മകളെ, നമുക്ക് കിണർ കുഴിക്കാം, അതിനെ നമുക്ക് സാധിക്കൂ. വെള്ളം തരാൻ സാധിക്കുകയില്ല. നമുക്ക് വിത്ത് പാകാം, പക്ഷെ വിളവ് നൽകുന്നത് ദൈവമാണ്. നിന്റെ അധ്വാനം കർത്താവിന് സമർപ്പിക്കുക. അവിടുന്ന് നിന്റെ പദ്ധതികളെല്ലാം ഫലമണിയിക്കും. ഫലമണിയാതെ പോകുന്നതിന്റെ കാരണം കർത്താവിൽ നമ്മൾ അഭയം അരുളിയില്ല, കർത്താവിൽ ആശ്രയം അരുളിയില്ല. ഇന്ന് ഈ പ്രയർ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ജെറുസലേം വചന കൂടാരത്തിൽ കടന്നു വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക്, പുൽക്കൂട്ടിലെ ഉണ്ണിമിശായിലേക്ക് സമർപ്പിക്കുകയാണ്. നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ നിയോഗത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ പ്രാർത്ഥനകളെ കർത്താവ് സാധിപ്പിച്ചു തരട്ടെ. കർത്താവ് പ്രതിഫലം തരുന്ന ദൈവമാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരെയും അത് എത്തിച്ചേരുന്നവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.